നിർത്തിയോ? സ്റ്റാർട്ട് വീഡിയോ ആണ്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റത്തെ വ്ളോഗിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ടൈലിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ, വീട്ടിൽ വെച്ചിട്ടുള്ള മെയിൻ ടൈലിൻ്റെ. അപ്പോൾ അത് ഇവിടെ നമ്പർ ഉണ്ടാവും, മീൻസ് ഇവിടെ അതിൻ്റെ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെന്താ, ഇവിടെ ടൈല് വേറെ വിരിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഗ്ലോസി ഫിനിഷിൽ വൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്നത് ഒരു ബേജ് കളറാണ്. അപ്പം ഇവിടുത്തത് ഇത് നമ്മൾ കാർ പോർച്ചിൻ്റെ കൂടെയുള്ള റൂമിൻ്റെ ടൈലാണ്. അത് പ്യുവർ വൈറ്റാണ്, ഗ്ലോസി ഫിനിഷിൽ. കൂടുതൽ നമ്മളിവിടെ ഉള്ളത് ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിൽ ചെയ്തിട്ടില്ല, അധികം നല്ല ചെയ്തിട്ടില്ല. ടൈൽസിൻ്റെ അതൊന്ന് കാണിച്ചു കൊടുത്തേക്കും. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത്. ഞാൻ എപ്പോഴും വിചാരിക്കും 15 mm തിക്നെസ്, കളറ് ഇതാ അതാ പോയി. ഇതാണ് ഇതിൻ്റെ ആണോ? അല്ലല്ലേ, അയ്യോ. ഓക്കെ, ഇതാണ് കജാരിയ. തിരിച്ച് വായിക്കേണ്ടി വരും. കജാരിയ ആട്രോണൈറ്റ്. ഇത് സിൽവാൻ ടൈൽസിനാണ് എടുത്തിട്ടുള്ളത്. 1200 x 800 mm അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ വായിക്കാൻ പറ്റുന്നുണ്ടോ? വേറെന്താ? അയ്യോ, നോ ബെൻഡിങ്, നോ ക്രാക്സ്, നോ വാർപ്പേജോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. കജാരിയൻ്റെ കേട്ടോ, സിൽവാൻ എന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ടൈലിൻ്റെത് ആണ്ട് കഴിഞ്ഞു. കുറേ ദിവസമായി ചോദിക്കണം. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ആർക്കിടെക്ടറിന് ചോദിക്കണം, പിന്നെ അത് വിട്ടു. ഇതാണ് ടൈല്. ഇതാണ് നമ്മൾ വീടിൻ്റെ അല്ല, ചളി പിടിച്ച കളറാണെങ്കിൽ സാധനം അതല്ലേ. ഓക്കെ, അല്ലല്ല, അതുണ്ട്. പിന്നെ ഗ്ലോസി ഫിനിഷാണ്. ഓക്കെ, പിന്നെന്താ, ഇവിടെ നമ്മൾ ഇതെന്തായിരുന്നു, എന്തോ പറയാ. അയ്യോ, ഞാൻ സത്യം പറയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ കമൻസിൽ ചോദിക്കുമ്പം വ്യക്തമായിട്ട് പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ പേരും ആ നമ്പറും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിക്നെസ് അല്ലേ. ഇനി ഇവിടെ ഒരു ചെടി വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ എന്താണ്, ലേഡീസ് ലിവിങ്ങിൻ്റെ പുറത്താണത്. അവിടെ ബേബിൻ്റെ ആണ്, ഗ്ലാസ് വരും. അങ്ങനെയാണ്. ഇപ്പം ഇന്ന് ഞാൻ വീട് പണീൻ്റെ മാത്രം ഉള്ളൊരു അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വേറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പലർക്കും അത് എന്താ പറയുക, അത് മാത്രം കണ്ടിട്ട് വേറെ കാണുന്നില്ല എന്നൊരു ഇഷ്യൂ പറഞ്ഞിരുന്നു. അത് മാത്രം കാണാനാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് അറിയുന്നവർക്ക് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലേഡീസ് ലിവിങ്ങിലുള്ള ടൈലിൻ്റെ കളർ കേട്ടോ. വുഡൻ ടൈലാണ് ഇത്. വുഡല്ല കേട്ടോ, വുഡൻ ടൈലാണ് വെച്ചിട്ടുള്ളത്. അതും സിൽവാറിൻ്റെ അടുത്തതാണ്. അതുപോലെ ഈ വേവിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആ വുഡ്. ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്, കണ്ട. ഡോർ വെച്ചോ, ചെരുപ്പ് അയച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെരുപ്പിട്ടിട്ട് കയറുന്നേ. ഷവറൊക്കെ കഴിച്ച് ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യോ, ആ ഡോറൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ മെയിൻ ഡോറ്. രസമായി. അത് പോളിഷ് ചെയ്തിട്ടില്ല, പെയിൻറ്റ് വരാനുണ്ടാവും. വുഡൻ പോളിഷ് തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഇത് കാല്, ഇത് മുക്കാല്, അങ്ങനെ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, ഇത് ടൈലാണോ വുഡാണോ എന്നാണ്. എന്താ അപ്പം ഇതിൻ്റെ കോലം? അത് മേലെ കയറിയോ? ഇത് വുഡാണ്. ഇത് വുഡല്ലേ, തേക്കല്ലേ? തേക്കാണ് കേട്ടോ. നമ്മൾ എന്താണ് സ്റ്റെയർസിൻ്റെ ഈ വുഡൻ കളറുള്ളത് തേക്കാണ്. നമ്മൾ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങിക്കണം കേട്ടോ. മാഷാ അല്ലാ. ഇവിടെ എന്താ വിരിക്കുന്നത്? ഇവിടുത്തെ എന്തോ ഒരു പേര് പറഞ്ഞത്, കോട്ട എന്നാ? കോട്ട സ്റ്റോൺ. ആ,
ഇവിടെ കോട്ട സ്റ്റോണാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇനി പഠിച്ചെടുത്തിട്ട് വേണം. ഹോം ടൂർ വീഡിയോ ചെയ്യുന്നില്ലെങ്കിലും വീട് റെഡി ആയതിനു ശേഷം പറയുമ്പോഴേ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നല്ലൊന്ന് ക്ലീൻ ആക്കുന്നു തോന്നുന്നു. ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് പിടിക്കോ ഒന്ന് കാണിച്ചെടുക്കട്ടെ. കുറേ നാളായി ഞങ്ങൾ ഇതിൻ്റെ ശരിക്കുള്ള കളറാണ് ഇട്ട് ഇവിടെ ക്ലീൻ ആക്കിയത്. നല്ല ഭംഗിയുണ്ട്. ഞാനൊന്ന് ഷൂ അഴിച്ചിട്ട് നോക്കട്ടെ. ഇനി ഇത് ആ എപ്പോക്സി വെക്കാനുണ്ടോ ഇതിന് താഴെ? ബേബിൻ്റെ അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ എടുത്തോ, മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ. ഇപ്പം ഇതാണ് ബേബിൻ്റെ. ഓക്കെ, ബെഡ്റൂമിൽ വൃത്തിയാക്കിയൊന്ന് പിന്നെയും കൊള്ളായി തോന്നുന്നു അല്ലേ? ഇവിടെ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ടൈലിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പറയാൻ അറിയില്ല. ഒരു ബ്ലൂ ആണ്, അതും സിൽവാനിന് എടുത്തതാണ്. താഴെ ഒരു മാറ്റാണ്. കിച്ചൺ ബാത്റൂമിൽ മാത്രമാണ് മാറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വാഷ് ബേസിൻ്റെ താഴെ ആ ഒരു ബോക്സ് ഇല്ലേ, അത് കിച്ചൻ്റെ ഡോറ് ഇവിടെ ഗ്ലാസ്സാണ്. ഒരു വെളിച്ചം വരുന്നുണ്ടല്ലോ. നല്ല വെളിച്ചമുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്, പെയിന്റ് ആക്കിയിട്ടുണ്ട്. ഇനി പൊടി പിടിക്കുമോ? ഇത് സ്റ്റോറൂമാണ്. സ്റ്റോറൂം ഫുള്ള് വൈറ്റാണ്. വൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറ്. വെളിച്ചം ഈ എല്ലാം വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വൈറ്റാണ് ഇവിടെ. നമ്മൾ ഈ അടുപ്പൊന്ന് കാണിച്ചു കൊടുക്കും. ഹലോ, ഈ അടുപ്പൊന്ന് കാണിച്ചു കൊടുക്കും. ഈ അടുപ്പാണ് നമ്മൾ വീട്ടിൽ ഫസ്റ്റ് വെച്ച സാധനം കുക്കിങ്ങിനായിട്ട്. ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണേ. അപ്പം ഇവിടെ സ്ലാബ് ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കോ. ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് സെറ്റാണ്. നമ്മൾ വിറകടുപ്പ് സെറ്റാണ്, പക്ഷെ സാധനം ഇനിയുണ്ട്. ഓക്കെ, ഇവിടെ തേച്ചോ? പോളിഷ് ചെയ്ത് തോന്നില്ലേ കളറ്? നമ്മൾ അന്ന് വന്നപ്പോൾ ചെയ്തല്ലോ. ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടാ. ഇവിടെ ഇതാ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ കൊട്ടത്തളം അമ്മീൻ്റെ സ്പേസ് ഇതാ അവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. ആരോ പറഞ്ഞു കൊട്ടത്തളത്തിൻ്റെ അത്ര ഹൈറ്റ് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞ പോലെ തന്നെ ആയിട്ടോ. ഇവിടെ ഫുള്ള് തേപ്പ് ആക്കിയപ്പോൾ വീഴോ. ഇപ്പം ഇങ്ങനെ ആക്കിയപ്പോൾ കറക്റ്റ് ഹൈറ്റായി. ഇനിയിപ്പോൾ ഇവിടെ വേറെന്തോ സാധനം കൂടി വരുമെന്ന് പറഞ്ഞല്ലോ. ഇവിടേക്ക് ഇങ്ങനെ ഓക്കെ. ഇൻഷാ അല്ലാ ഇനി മേലേക്ക് പോയി നോക്കാം. ഇവിടെയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മേലെന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്, നോക്കട്ടെ. ഇല്ല, കോഴ്സ് ഇന്ന് പോകുമ്പോൾ നോക്കാം.
ഓക്കെ. അപ്പൊ ഇതും ആ റൂമിന് ഫുൾ സാധനം നിങ്ങൾക്ക് അകത്തേക്കാം. നമുക്ക് പിന്നെ ഹലോ, ഇവിടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഫിനിഷിങ് ടൈമിലുള്ള ഒരു പണിയുണ്ടല്ലോ, അത് അത്യാവശ്യം പണിയുള്ള പണി തന്നെയാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ കഴിയുമെന്ന്, പക്ഷെ അത് കഴിയാനുള്ളൊരു പാട് കുറച്ചൊന്നുമില്ല. ഇവിടെ ഓടുണ്ടല്ലോ, ഓടിൻ്റെ കളർ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കളറല്ല, ഓട് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഓട്. അവിടെ ആ വെച്ച ഓട് തന്നെ ഇതാണ് സംഭവം. ഇത് ഫുള്ള് വെക്കാനുണ്ട്. അത് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ട് വെക്കുള്ളൂ. ഇന്ന് വൈകുന്നേരം ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇൻഷാ അല്ലാഹ്. ഇവിടെ സ്റ്റെപ്സ് നമ്മൾ ഇവിടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള ഈ സ്റ്റെപ്സിൽ വെച്ചിട്ടുള്ള ആ സ്റ്റെപ്പ് തന്നെ, ആ ടൈൽ തന്നെ വെച്ചത്. സ്റ്റെപ്പ് വെച്ച് കണ്ടോ? ഓഫ്, കയറട്ടെ, ഇന്ന് എടുക്കണം വീഡിയോ. ഇത് ഞാൻ തേക്കി വീഴുമോ? പക്ഷേ റിസ്ക് എടുക്കണോ? ഓക്കെ, അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ഗ്രാനൈറ്റ് അല്ലേ ബ്ലാക്ക്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. തുറക്കാം.